വെൽക്കം ഡിയർ സ്റ്റുഡൻസ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ കണ്ട ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ്റെ ഒരു ഒരു ഭാഗം കൂടി നമ്മൾ ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നു. IEDSS ആണ് പ്രധാനപ്പെട്ട ഒരു ഏരിയയും കൂടിയാണത്. IEDSS അതായത് എൻ്റെ ഫുൾ ഫോം ആണ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ഓഫ് ദി ഡിസേബിൾഡ് അറ്റ് സെക്കൻഡറി സ്റ്റേജിലുള്ള ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികൾക്കുള്ള ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ പ്രൊവിഷൻ ആണ് IEDSS എന്ന് പറയുന്നത്. സോ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഒരു സ്കീമാണ് IEDSS. സോ IEDSS എന്താണ്, എന്തൊക്കെ പ്രൊവിഷൻസ് ആണ് IEDSSന്റെ കീഴിലുള്ളത് എന്നുള്ളത് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യം കൂടിയാണ്. എന്താണ് IEDSS? IEDSS എന്റെ ഫുൾ ഫോം ആണ് നമ്മൾ പറഞ്ഞത് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ഓഫ് ദി ഡിസേബിൾഡ് അറ്റ് സെക്കൻഡറി സ്റ്റേജ്. ഇതൊരു സെൻട്രലി സ്പോൺസേർഡ് സ്കീമാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ. ഇതിന്റെ പ്രധാനപ്പെട്ട പ്രത്യേകത സെക്കൻഡറി ലെവലിലുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള, സെക്കൻഡറി ലെവലിൽ ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പ്രൊവിഷൻസ് ആണ് IEDSS സ്കീമിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ കൊണ്ടുവരുന്നത്. സോ ഈ ഒരു സ്കീമിന്റെ ഇനീഷ്യൽ നെയിം അല്ലെങ്കിൽ ആദ്യം ഇതിന്റെ ഒരു സ്കീം എന്ന് പറഞ്ഞത് ഇന്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ ഫോർ ഡിസേബിൾഡ് ചിൽഡ്രൻ എന്നുള്ളതായിരുന്നു. നമ്മൾ ആദ്യം പറഞ്ഞത് ഇന്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ ആയിരുന്നു. നമ്മൾ ആദ്യം നമ്മുടെ ഗവൺമെന്റ് ആണെങ്കിലും പ്രൊമോട്ട് ചെയ്തുകൊണ്ട് വന്നിരുന്ന ഒരു 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 പ്രോഗ്രാം എന്ന് പറയുന്നത് ഇന്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ ആയിരുന്നു ഇത്തരം ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട്. സോ ഇന്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ ഫോർ ഡിസേബിൾഡ് ചിൽഡ്രൻ ആയിരുന്നു ഇതിന്റെ ഇനീഷ്യൽ സ്റ്റേജിൽ. ഈ ഒരു സ്കീമിന്റെ പേരും ഈ ഒരു സ്കീമിന്റെ രൂപവും അങ്ങനെയായിരുന്നു. ദെൻ 2009-10 കാലഘട്ടങ്ങളിലാണ് ഇത് IEDSS എന്നുള്ള പേരിൽ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ഓഫ് ദി ഡിസേബിൾഡ് സെക്കൻഡറി സ്റ്റേജ് ആയിട്ട് രൂപാന്തരപ്പെട്ടത്. ദെൻ ഇതിന് പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ടു എനേബിൾ ഓൾ സ്റ്റുഡൻസ് വിത്ത് ഡിസബിലിറ്റീസ് ടു പെർസ്യൂ സെക്കൻഡറി എഡ്യൂക്കേഷൻ. സെക്കൻഡറി എഡ്യൂക്കേഷനിലുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള, സെക്കൻഡറി എഡ്യൂക്കേഷൻ ലെവലിലുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ പ്രൊവിഷൻസ് ആണ് ഇതിന്റെ കീഴിൽ വരിക. സെക്കൻഡറി എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് 9ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ, 9ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സ്കീമുകളും അതിനു വേണ്ടിയിട്ടുള്ള പ്രോഗ്രാമുകൾ, അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു സ്കീമിന്റെ കീഴെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സോ ചിൽഡ്രൻ വിത്ത് ഡിസബിലിറ്റീസ് ഏജ്ഡ് 14 to 18 ഇയേഴ്സ്, 14 മുതൽ 18 വരെ പ്രായമുള്ള കുട്ടികളാണ് ഇതിന്റെ ടാർഗറ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. who are studying in government aided and local body schools. ഗവൺമെന്റിന്റെയും ഗവൺമെന്റ് എയ്ഡഡിന്റെ കീഴിൽ അല്ലെങ്കിൽ ലോക്കൽ ബോഡി സ്കൂൾസിന്റെ കീഴിലുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഈ IEDSS സ്കീം പ്രധാനമായിട്ടും സെൻട്രലി സ്പോൺസേർഡ് ആയിട്ടുള്ള നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ സ്കീം പ്രധാനമായിട്ടും ഈ കുട്ടികളെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ളതാണ്. യെസ്, ഇനി എന്തൊക്കെയാണ് the measures taken by government of India under IEDSS? IEDSSന് കീഴിലുള്ള മെഷേഴ്സ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് അതിന് ആ ഒരു പ്രോഗ്രാമിന് താഴെ വരുന്നത്? ഒന്നാമത് ഫിനാൻഷ്യൽ സപ്പോർട്ട് ടു സ്റ്റുഡൻസ്. കുട്ടികൾക്കുള്ള ഫിനാൻഷ്യൽ സപ്പോർട്ട് ഇതിന് കീഴിൽ വരുന്ന പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ്. അപ്പൊ ഇതില് 3000 rupees പെർ ചൈൽഡ് പെർ ഇയർ, ഒരു വർഷം ഒരു കുട്ടിക്ക് 3000 രൂപ എന്നുള്ള കണക്കിലാണ് ഈ IEDSS സ്കീം ഈ ഡിസബിലിറ്റി ഉള്ള അല്ലെങ്കിൽ ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഫിനാൻഷ്യൽ സപ്പോർട്ട് ഇങ്ങനെയാണ് അവർ ക്രമീകരിച്ചിട്ടുള്ളത്. ഒരു കുട്ടിക്ക് 3000 രൂപ എന്നുള്ള രീതിയിൽ. ആൻഡ് സ്റ്റൈപ്പൻഡ് ഫോർ ഗേൾസ് വിത്ത് ഡിസബിലിറ്റീസ് ടു എൻകറേജ് എൻറോൾമെന്റ് ആൻഡ് റിട്ടൻഷൻ. അല്ലെങ്കിൽ ഗേൾസിന് സ്റ്റൈപ്പൻഡും അതിൽ ഉൾപ്പെടുത്തും എന്നുള്ളതും അതിന്റെ ഒരു പ്രത്യേകതയാണ്. കുട്ടികളുടെ എൻറോൾമെന്റും റിട്ടൻഷനും നിലനിർത്താൻ വേണ്ടിയിട്ട് ഗേൾസ് സ്റ്റുഡൻസിനെ കൂടുതലായിട്ട് സ്കൂളുകളിലേക്ക് ആകർഷിക്കാനും അവരുടെ എൻറോൾമെന്റ് നിലവാരവും ലെവലും അതുപോലെ തന്നെ റിട്ടൻഷൻ, സ്കൂളുകളിൽ കുട്ടികൾ നിലനിൽക്കുന്നുണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്താനും വേണ്ടിയിട്ട് ഗേൾസ് സ്റ്റുഡൻസിനുള്ള സ്റ്റൈപ്പൻഡും ഇതിന്റെ കീഴിൽ വരുന്നുണ്ട്. സെക്കൻഡ് പ്രൊവിഷൻ ആണ് പ്രൊവിഷൻ ഓഫ് അസിസ്റ്റീവ് ഡിവൈസസ് ആൻഡ് ലേണിംഗ് മെറ്റീരിയൽസ്. ലേണിംഗ് മെറ്റീരിയൽസിനും അസിസ്റ്റീവ് ഡിവൈസസിനുമുള്ള പ്രൊവിഷൻ. അപ്പൊ അതിൽ എന്തൊക്കെ ലേണിംഗ് മെറ്റീരിയൽസും അല്ലെങ്കിൽ എയ്ഡ്സ് സച്ച് ആസ് വീൽ ചെയർ, ക്രച്ചസ്, ഹിയറിംഗ് എയ്ഡ്, ബ്രെയിലി കിറ്റ്, സ്പെക്ടക്കിൾസ്,
അപ്പൊ ഇതെല്ലാം ഇതിന്റെ കീഴിൽ വരുന്നതാണ്. ദെൻ ലേണിംഗ് മെറ്റീരിയൽസ്, അതായത് ബ്രെയിലി ലേണിംഗ് മെറ്റീരിയൽ, ലാർജ് പ്രിന്റ് ഉള്ള ബുക്കുകള്, ഓഡിയോ ക്ലിപ്പുകള്. അപ്പൊ ഇതെല്ലാം ഓരോ കുട്ടികൾക്ക്, അതായത് വിഷ്വലി ഇമ്പയർഡ് ആയിട്ടുള്ള കുട്ടികൾക്കാകാം, അല്ലെങ്കിൽ ഹിയറിംഗ് ഇമ്പയർഡ് ആയിട്ടുള്ള കുട്ടികൾക്ക്. അപ്പൊ ഓരോ കുട്ടികളെയും അനുസരിച്ചിട്ടുള്ള ലേണിംഗ് മെറ്റീരിയൽ ഡെവലപ്പ് ചെയ്യുകയും അത് സ്കൂളുകളിലേക്ക് എത്തിക്കുകയും ചെയ്യുന്ന പ്രൊവിഷനും IEDSSന്റെ കീഴിലുണ്ട്. ദെൻ തേർഡ് പ്രൊവിഷൻ ആണ് ആക്സസിബിൾ സ്കൂൾ ഇൻഫ്രാസ്ട്രക്ചർ. സ്കൂളുകളിൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിനുള്ള പ്രൊവിഷൻസ്. ഫോർ എക്സാമ്പിൾ കൺസ്ട്രക്ഷൻ ഓഫ് റാമ്പ് കൺസ്ട്രക്ട് ചെയ്യാനുള്ള അതിനുള്ള ഫണ്ടുകൾ, ഹാൻഡ് റെയിൽസ്, ആക്സസിബിൾ ടോയ്ലറ്റ്സ്, ബാരിയർ ഫ്രീ പാത്വേസ്, ദെൻ ക്ലാസ് റൂം മോഡിഫിക്കേഷൻ ഫോർ മൊബിലിറ്റി ആൻഡ് സെൻസറി നീഡ്സ്. അപ്പൊ ഇതിനെല്ലാം വേണ്ടിയിട്ടുള്ള കൺസ്ട്രക്ഷന് വേണ്ടിയിട്ടുള്ള സ്കൂൾ ഇൻഫ്രാസ്ട്രക്ചറിൽ മാറ്റങ്ങൾ വരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രൊവിഷൻസ് കൊണ്ടുവരാനായിട്ട് അതിനുള്ള ഫണ്ടിങ്ങും കാര്യങ്ങളും കൊടുക്കുക എന്നുള്ളതും IEDSS സ്കീമിന്റെ പരിധിയിൽ വരുന്ന ഒരു മെഷറാണ്. മറ്റൊന്നാണ് അപ്പോയിന്റ്മെന്റ് ഓഫ് സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സ്. സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സിന് അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നതും അവരുടെ സാലറിയും എല്ലാം വരുന്നത് ഈ IEDSS സ്കീമിൽ നിന്നുമാണ്. റിക്രൂട്ട്മെന്റ് അല്ലെങ്കിൽ എൻഗേജ്മെന്റ് ഓഫ് ക്വാളിഫൈഡ് സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സ് അറ്റ് ദ സെക്കൻഡറി ലെവൽ. അവരെ റിക്രൂട്ട്മെന്റ് ചെയ്യുന്നതും അതുപോലെ അവരെ നിലനിർത്തുന്നതും അവർക്ക് വേണ്ടിയിട്ടുള്ള ഫിനാൻഷ്യൽ സപ്പോർട്ടുകളെല്ലാം വരുന്നത് ഈ IEDSS സ്കീമിന്റെ കീഴിൽ നിന്നുമാണ്. ദെൻ ഫെസിലിറ്റി ഫോർ ഡിസ്ട്രിക്ട് ലെവൽ റിസോഴ്സ് സെന്റേഴ്സ് ടു പ്രൊവൈഡ് പ്രൊഫഷണൽ സപ്പോർട്ട്. അവർക്ക് വേണ്ടിയിട്ടുള്ള പ്രൊഫഷണൽ സപ്പോർട്ടുകളും ട്രെയിനിങ്ങുകളും എല്ലാം ഇതിന് കീഴിൽ വരുന്നതാണ്. ദെൻ അനദർ മെഷർ ഈസ് ഓറിയന്റേഷൻ ആൻഡ് ട്രെയിനിങ് ഓഫ് ടീച്ചേഴ്സ്. ടീച്ചേഴ്സിന്റെ ഓറിയന്റേഷൻ പ്രോഗ്രാമുകൾ, ട്രെയിനിങ് പ്രോഗ്രാമുകൾ ഇതെല്ലാം ക്രമീകരിക്കുന്നതും ഈ IEDSS സ്കീമിന്റെ കീഴിൽ അതിനുള്ള പ്രൊവിഷൻസും അതിനുള്ള ഫണ്ടിങ്ങും അതിനുള്ള കാര്യങ്ങളും ഉണ്ട്. ഇൻ സർവീസ് ട്രെയിനിങ് ഫോർ റെഗുലർ ടീച്ചേഴ്സ് ഓൺ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ പ്രാക്ടീസസ്. ഇപ്പോൾ അവർക്കുള്ള ഇൻ സർവീസ് ട്രെയിനിങ് പ്രോഗ്രാമുകൾ നടക്കും. അത് റെഗുലർ ടീച്ചേഴ്സിന് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാമുകളും ഉണ്ട്. അതായത് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ പ്രാക്ടീസുകൾ എങ്ങനെയാണ് സ്കൂളിൽ നിലനിർത്തേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെയുമായി ബന്ധപ്പെട്ട് ഇൻ സർവീസ് ട്രെയിനിങ്ങുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, അവർ സ്കൂളുകളിൽ ടീച്ചർ അപ്പോയിന്റ്മെന്റ് ചെയ്തതിന് ശേഷം അവർക്ക് കൊടുക്കുന്ന ട്രെയിനിങ് പ്രോഗ്രാംസ് ആണ് ഇൻ സർവീസ് ട്രെയിനിങ് പ്രോഗ്രാംസ്. അപ്പോൾ ഈ ട്രെയിനിങ് പ്രോഗ്രാമുകളിൽ ഇൻക്ലൂസീവ് ക്ലാസ് റൂമുകളിൽ എങ്ങനെയാണ് പെരുമാറേണ്ടത്, അല്ലെങ്കിൽ അവർക്ക് വേണ്ടുന്ന ട്രെയിനിങ്ങുകൾ എങ്ങനെയാണ് എന്നുള്ളതുമായി ബന്ധപ്പെട്ടിട്ട് ടീച്ചേഴ്സിനുള്ള ഓറിയന്റേഷൻസും ട്രെയിനിങ് പ്രോഗ്രാംസുകളും കണ്ടക്ട് ചെയ്യുക. വർക്ക്ഷോപ്പ് ഓൺ ഡിസബിലിറ്റി ടൈപ്സ്, ഇൻഡിവിജ്വലൈസ്ഡ് ഇൻസ്ട്രക്ഷൻ ആൻഡ് ക്ലാസ് റൂം അഡാപ്റ്റേഷൻ. അപ്പൊ ഇതിനെക്കുറിച്ചെല്ലാം നമുക്ക് പലപ്പോഴും ഡൗട്ടുകളുള്ള ഒരു ഏരിയയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ടീച്ചേഴ്സിനെ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് വർക്ക്ഷോപ്പുകൾ കൊടുക്കുക, ഏതൊക്കെ ഡിസബിലിറ്റി ടൈപ്പുകൾ ഉണ്ട്, എങ്ങനെയൊക്കെയാണ് ഇൻഡിവിജ്വലൈസ്ഡ് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുക, എങ്ങനെയൊക്കെ ക്ലാസ് റൂം അഡാപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും, ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വർക്ക്ഷോപ്പുകൾ കൊടുക്കുക എന്നുള്ളത്. ദെൻ അനദർ മെഷറാണ് ഇൻഡിവിജ്വലൈസ്ഡ് എഡ്യൂക്കേഷൻ പ്ലാൻ, IEP എന്ന് പറയും. അതായത് പ്രിപ്പറേഷൻ ഓഫ് ഇൻഡിവിജ്വലൈസ്ഡ് എഡ്യൂക്കേഷൻ പ്ലാൻസ് ഫോർ ഈച്ച് ചൈൽഡ് വിത്ത് ഡിസബിലിറ്റി ടു മീറ്റ് ലേണിംഗ് ഗോൾസ്, റെഗുലർ മോണിറ്ററിംഗ് ആൻഡ് റിവ്യൂ ഓഫ് പ്രോഗ്രസ്. അതായത് ഓരോ കുട്ടിക്കും വേണ്ടിയിട്ട് ഓരോ ഡിസബിലിറ്റി ഉള്ള ഓരോ കുട്ടിക്കും വേണ്ടിയിട്ടുള്ള ഇൻഡിവിജ്വലൈസ്ഡ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ പ്ലാനുകൾ രൂപപ്പെടുത്താനായിട്ട്, ഒരു കുട്ടിക്ക് എങ്ങനെയാണ് എഡ്യൂക്കേഷൻ വേണ്ടത്, ആ കുട്ടിയുടെ ഡിസബിലിറ്റി അനുസരിച്ചിട്ട് എങ്ങനെയാണ് പ്ലാൻ ക്രിയേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇൻഡിവിജ്വലൈസ്ഡ് എഡ്യൂക്കേഷൻ പ്ലാനുകൾ. അപ്പം ഇതെല്ലാമാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ അണ്ടറിലുള്ള IEDSS സ്കീമിന് കീഴിലുള്ള പ്രൊവിഷൻസ്. ഓക്കെ, താങ്ക് യു.